ഹലോ അനൂസ്, ഇപ്പോൾ അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇടപെട്ടി വീട്ടിൽ വന്നതാണ് കേട്ടോ. നാഗവല്ലി ഇതാരാന്ന് മനസ്സിലായോ? ഞാൻ. അപ്പോൾ ഈ വീടിൻ്റെ അപ്സ്റ്റെയറിലേക്ക് ഞാൻ കയറൽ ഇസ്തിരി ഇടാൻ വേണ്ടി മാത്രം കേട്ടോ, പിന്നെ വല്ലപ്പോഴും അടിച്ചു വാരി തുടയ്ക്കാനും. അപ്പോൾ വീടിൻ്റെ അപ്സ്റ്റെയറിലേക്ക് ഇപ്പം ഞാൻ കയറുന്നത് ഒരു കാര്യത്തിന് കാണിച്ചിടാം. എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. പിന്നെ ഹോം ടൂറൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. ഈ വീട്ടിൽ ഞങ്ങൾ കൂടിയിട്ട് 11-12 വർഷം ആവാനായിട്ടോ. ഇതുണ്ടോ ഒരു സ്പീക്കർ, അത് ജോൺസേട്ടൻ എൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചതാണ്. അതിനകത്ത് പാട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഗും 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 എന്നായിരിക്കും സൗണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നുമല്ല പോകുന്നത്. നമ്മൾ പോകുന്നത് ഇതേ എൻ്റെ കുറച്ച് പഴയ ബുക്സ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത് ലിറ്ററേച്ചറാണ്. എൻ്റെ അമ്മേനെ അച്ഛനെ കണ്ടോ നിങ്ങൾ? അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബുക്ക് അന്വേഷിച്ച് വന്നതാണ് ഇവിടെ. ബുക്കുകളൊന്നും കാണുന്നില്ല. എനിക്ക് പഠിക്കുന്ന കാലത്തൊരു ചെറിയ പരിപാടിയുണ്ട്. ബുക്കുകളൊക്കെ ഞാൻ വിറ്റ് പൈസ വാങ്ങാം. അമ്മേനോട് ഒരു ദിവസം പറയും എനിക്ക് 200 പേജിൻ്റെ വരെ ഇടാത്ത നോട്ട് വേണം. അത് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് 20 രൂപയ്ക്ക് വാങ്ങിയ ബുക്കാണെങ്കിൽ ഞാൻ 10 രൂപയ്ക്ക് അത് വിൽക്കും. ഇതൊന്നുമല്ല ഞാൻ അന്വേഷിച്ച ബുക്ക് ഇവിടെ ഇല്ല. മർച്ചൻ്റ് ഓഫ് വെനീസ് ഇതൊക്കെ പഠിച്ചവരുണ്ടോ? പഴഞ്ചൊല്ലുകൾ. ഞാൻ എൻ്റെ ഇടയ്ക്കൊന്ന് CA പോയിരുന്നു കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് ഇയർ BA മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ്. ഞാൻ എൻ്റെ ഒരു QT ബുക്ക് ഉണ്ടായിരുന്നു, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അത് നോക്കിയാണ് വന്നത്. അത് കാണാമാട്ടേന. ഇതൊക്കെ എൻ്റെ അന്നത്തെ ബുക്ക് എടുത്തിവിടെ വെച്ച ശേഷം ഇവിടെ ആരും തൊടാത്തതുകൊണ്ടാട്ടോ ഇതിങ്ങനെ ഇരിക്കുന്നത് നല്ല വൃത്തിക്ക്. ഞാൻ നോക്കിയ ബുക്കിൻ്റെ ഏകദേശം കിട്ടി. ഇതല്ല, ഇത് തന്നെ. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ പരീക്ഷേൻ്റെ സമയത്തൊക്കെ ചെറിയ ക്ലാസ്സൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം എനിക്ക് അതിനൊന്നിനും പറ്റിയില്ല. ഇപ്പം ഞാനിങ്ങനെ ഇനിയിപ്പോൾ സ്കൂളൊക്കെ പൂട്ടി. അപ്പോൾ എൻ്റെ ചാനൽ സ്റ്റഡി വിത്ത് അന്നൂസിൽ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു, കുറച്ചെന്തെങ്കിലും അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിടാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ നോക്കുന്ന ബുക്ക് ഇവിടെ കണ്ടില്ല. എനിക്ക് തോന്നുന്നു അമ്മേൻ്റെ അടുത്തുണ്ടാവും. ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഒക്കെ പിന്നീട് ഒരു ദിവസം കാണിച്ചു കേട്ടോ. അപ്പം എന്തായാലും ഇല്ല. ഞാൻ നോക്കിയ ബുക്കുകളൊന്നും ഇവിടെ കാണുന്നില്ല. നോക്കാം. പണ്ട് നമുക്ക് നമ്മുടെ അച്ഛൻ സ്ഥിരമായിട്ട് വാങ്ങി തരുന്നതാണ് എന്ത് പറയുമോ, യുറേക്കയും പിന്നെ ഡൈജസ്റ്റും. ഈ 2 ബുക്കുകൾ നമ്മുടെ വീട്ടിൽ മുടങ്ങാതുണ്ടാവും കേട്ടോ. ഇത് ചക്കരേൻ്റെ പട്ടത്തെ സ്റ്റഡി ടേബിളാണേ. ഞാൻ ജോൺസേട്ടനോട് പിണങ്ങുന്ന ദിവസം വന്ന് കിടക്കുന്ന റൂമാണിത്. ഇവിടെ ഉണ്ടോ ആ ബുക്ക് ഒന്ന് നോക്കട്ടെ കേട്ടോ. ചക്കരേനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. ഇത് സ്റ്റഡി ടേബിൾ എങ്ങനെയാണ്, അടിപൊളിയല്ലേ? നോക്കിക്കേ, ഇതുണ്ടോ നല്ലൊരു സ്റ്റഡി ടേബിളാണിത്. ഇതുണ്ടോ, ദൈവമേ, ഒളിപ്പിച്ച് വെച്ച സാധനം കണ്ടുപിടിച്ച്. നമ്മൾ കണ്ടിട്ടേ ഇല്ല കേട്ടോ, നമ്മളവിടെ പൂട്ടി വെച്ച്. അപ്രതീക്ഷിതമായി തുറന്നപ്പോൾ കണ്ട സാധനം. ഓ, ഇത് ബെഡ്ഷീറ്റുകൾ. ഈ അലമാരി ഞാൻ തന്നെ തുറന്നിട്ട് കുറേ കാലമായിട്ടോ. ഇനി ബെഡ്ഷീറ്റുകളൊക്കെ ഗിവ് അവേ കൊടുക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കൊറോണേൻ്റെ സമയത്തെ ആശ്വാസവെള്ളം എന്ത്, നമ്മുടെ സാനിറ്റൈസർ റേഷൻ കിട്ടുന്ന പോലെയും കിട്ടൂലായിരുന്നു കേട്ടോ. കൊറോണേൻ്റെ തുടക്കകാലത്ത് മെഡിക്കൽ ഷോപ്പിൽ പോയി സാനിറ്റൈസർ, അന്ന് എൻ്റെ വിചാരം സാനിറ്റൈസർ ഉണ്ടേ കൊറോണ വരില്ല എന്നായിരുന്നു. അങ്ങനെ പിന്നെ സാനിറ്റൈസർ മെഡിക്കൽ ഷോപ്പിൽ ആദ്യമായിട്ട് വാങ്ങാൻ പോയെന്ന്
ഒരെണ്ണേ ഒരാൾക്ക് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ 2 ചോദിച്ചു വാങ്ങി. ഒന്ന് 2 കിട്ടിയപ്പോൾ എൻ്റെ ഒരു സന്തോഷം. ഹോം ടൂറൊക്കെ ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ, പിന്നെ എപ്പോഴെങ്കിലും. എനിക്ക് എൻ്റെ ചാനലിൽ ഓൾറെഡി ഒരെണ്ണം കാണിച്ചിട്ടുണ്ട് ഹോം ടൂറെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കായി. അമ്മ കൽപ്പറ്റ വീട്ടിലാണ്. ഞങ്ങൾ ഇന്നലെ എറണാകുളത്തുനിന്ന് രാവിലെ കോഴിക്കോടെത്തി. കോഴിക്കോട് നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ. ഞാനിങ്ങനെ ആരോടെങ്കിലും വർത്താനം പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എൻ്റെ ബുക്കാണ് ഞാൻ ഈ തിരയുന്നത്. ഇതൊക്കെ ജോൺസേട്ടൻ്റെ കടയിലെ പ്രിൻ്റർ, ജോൺസേട്ടൻ്റെ കടയിലത്തെ കുറേ സാധനങ്ങളാണ് ഇതൊക്കെ. ഒക്കെ ജോൺസേട്ടൻ്റെ കടയിലത്തെ ബില്ലുകളൊക്കെയാണ്. എനിക്കിഷ്ടമല്ല കടയിലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കൊണ്ടിടുന്നത്. അങ്ങനെ ഈ വീട്ടിൽ കൂടിയിട്ട് അത്രയും വർഷമായിട്ടോ. ഞാൻ ബുക്കൊക്കെ തിരഞ്ഞ് നടന്നിട്ട് ഈ റൂമിൽ എന്തായാലും ഉണ്ടാവില്ല. നാലൊന്ന് നോക്കിക്കളയാം. അയ്യോ, ചക്കര എല്ലാം അടുക്കി വെച്ചിട്ട് പോയതുണ്ടോ ചക്കരമുത്ത്. ചക്കരമുത്തിൻ്റെ പ്രിയപ്പെട്ട സാധനങ്ങളാണ് അവളുടെ ടോയ്. ഇപ്രാവശ്യം പോയപ്പോൾ വേറൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ കുറച്ച് ടോയൊക്കെ എൻ്റെ കുഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ട്. ചോക്ലേറ്റ്, പണ്ട് ചക്കരേൻ്റെ ഇവിടെ അലമാര തുറന്നാൽ നമുക്ക് കിട്ടുന്ന സാധനം എന്താണെന്നറിയോ? ഇതായിരുന്നു. എന്ത് ഫുള്ള് ലേസിൻ്റെയും പിന്നെ പഞ്ചസാരയില്ലേ, നമുക്ക് ഹോട്ടലിലൊക്കെ റൂം എടുക്കുമ്പോൾ കിട്ടുന്ന പഞ്ചസാരേൻ്റെ കവറുകളൊക്കെ കേട്ടോ. അപ്പോൾ അതൊന്നുമില്ല. ഇതാണ് ചക്കരയുടെ അലമാര. ചക്കരയുടെ അലമാരയ്ക്ക് അത്ര വൃത്തിയൊന്നും ഉണ്ടാവില്ല. ഇതെന്താണെന്നറിയോ? എന്തായിരുന്നു? ഹെവി ഡ്യൂട്ടി. ഇതെന്തായിരുന്നു? മറന്നുപോയി ഞാൻ. ഒന്ന് വായിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് അടിച്ചു നോക്കിയാൽ എന്താണ്? കൊതുക് കടിക്കാതിരിക്കാനുള്ള സാധനമാണോ? കൊതുക് കടിക്കാതിരിക്കാനുള്ള സാധനം ആണെന്ന് തോന്നുന്നു. ഓടിരിക്കട്ടെ. ചക്കരേൻ്റെ വള. ആദ്യത്തെ ഐഫോണിൻ്റെ കവറ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കാൻ ഭയങ്കര മടിയുള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഓപ്പൺ ആക്കി നിങ്ങളോട് സംസാരിക്കുന്നത്. ആ ബെഡ്റൂം പൂട്ടിക്കിടക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് വായിച്ച് പഠിക്കട്ടെ കേട്ടോ. ഒന്നുമില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ. ഈ മൈക്രോവേവും ഗിവവേ കൊടുത്തതാണ്. അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ആലപ്പുഴയിലാണ്. ആലപ്പുഴ വരെ ഇവിടെ നിന്ന് കൊറിയർ ചെയ്യാൻ ഭയങ്കര പൈസയാണെന്ന് തോന്നുന്നുണ്ട്. ഇനി ഒന്നെങ്കിൽ അവർക്ക് അതിൻ്റെ പൈസ അയച്ചു കൊടുക്കണം, എന്തെങ്കിലും ചെയ്യണം. കുറേ ആയിട്ടോ എനിക്കത് കാണുമ്പോൾ മനസ്സിന് ടെൻഷനാട്ടോ, അത് ഇതുവരെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്. ഓക്കെ, സമയം രാത്രിയായിട്ടോ. ഞാനിപ്പോൾ ഭക്ഷണം പൊതുവെ വളരെ കുറവാണ്. എനിക്കെന്താ ഭയങ്കര വെള്ളം കുടി ഭക്ഷണം വളരെ കുറവാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ബോഡീനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. എനിക്ക് മുട്ട പുഴുങ്ങി തിന്നുന്ന സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല കേട്ടോ. നല്ലോണം പുഴുങ്ങിയ മുട്ട ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് 1/4 ഭാഗം പുഴുങ്ങിയിട്ട് തിന്നുവാണ്. കുരുമുളക് പൊടിയൊക്കെ മുക്കി തിന്നണമെന്നുണ്ട്, പക്ഷെ മടി. എനിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ മടിയാണ് കേട്ടോ. അപ്പോൾ ഈ മുട്ട പുഴുങ്ങി തിന്നിട്ട് വേണം കയറി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. നാളെ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പോലും എനിക്കറിയില്ല. നോക്കട്ടെ. ഇഞ്ചി ചെറുനാരങ്ങയൊക്കെ ഇരിക്കും കേട്ടോ. മുരിങ്ങക്കോലൊക്കെ നാശമായി. വെള്ളമൊക്കെ വെച്ച് നാളെ എന്തെങ്കിലും ഉണ്ടാക്കണം. ഓക്കെ, പിന്നെ എല്ലാ സാധനവും ഇവിടെ ഉണ്ടാകും കേട്ടോ.
സ്റ്റോക്കാണ്. പക്ഷെ എനിക്കൊരു കൺഫ്യൂഷനാണ്, ഇവിടെയാണോ അവിടെയാണോ. കുറേ സാധനങ്ങൾ ഇവിടെയും കുറേ സാധനങ്ങൾ അവിടെയും കാണുമ്പോൾ എൻ്റെ വിചാരം അവിടെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ വിചാരിക്കും അത് ഇവിടെ ഉണ്ട് എന്നൊക്കെ ഓർത്തു. മുൻപ് എൻ്റെ ഗ്രീൻ പീസ്, എനിക്ക് ഗ്രീൻ പീസ് ഭയങ്കര ഇഷ്ടം കേട്ടോ. നാളൊരു ഗ്രീൻ പീസ് കറി വെക്കണോ? ഗ്രീൻ പീസ് കറി വെച്ചാൽ എന്തിൻ്റെ കൂടെ തിന്നും, അതൊരു കൺഫ്യൂഷനാണല്ലോ. വെൺപയർ വെള്ളത്തിലിടാം. വെൺപയർ വെള്ളത്തിലിട്ടാൽ ഞാൻ 2 മുട്ട പുഴുങ്ങിട്ടോ, പക്ഷെ എനിക്ക് ഒരെണ്ണം തിന്നപ്പോൾ തന്നെ മതി. വെൺപയർ വെള്ളത്തിലിടുകയാണെങ്കിൽ നാളെ നമുക്ക് വെൺപയറും കുറച്ച് ചീര കിട്ടുകയാണെങ്കിൽ ചീരയും വെൺപയറൊക്കെ ഇട്ട് വെച്ചാൽ എനിക്കിഷ്ടം കേട്ടോ. നമ്മളിതൊക്കെ കുതിർത്താനിടുമ്പോൾ 1-2 തവണ കഴുകിയ ശേഷം വേണം ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് എൻ്റെ യൂട്യൂബിൻ്റെ റവന്യൂ വന്നു കേട്ടോ. ഏകദേശം 500,000 മേലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇസാസ് ബാങ്കിൽ പോയി ഇട്ട് കൊടുത്ത്, കാരണം ഡോളറിലാണല്ലോ വരിക, അത് കൺവേർട്ട് ചെയ്ത് കിട്ടണമെങ്കിൽ സ്വിഫ്റ്റ് കോഡൊക്കെ വേണം. അപ്പോൾ ഇസാസ് ബാങ്കിൻ്റെ സ്വിഫ്റ്റ് കോഡൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നൊക്കെ ആഡ് ചെയ്ത് റവന്യൂ അക്കൗണ്ടിൽ കയറി 500,000 മുകളിൽ 1,00,000 അടുത്തുണ്ടായിരുന്നു ഏകദേശം. യൂട്യൂബിൽ എത്ര പിന്നെ റവന്യൂ കിട്ടുന്നുണ്ടെന്ന് റിവീൽ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. എന്നിട്ട് വലിയ റവന്യൂ അങ്ങനെ ഒറ്റയടിക്ക് കിട്ടുന്ന സംഭവമല്ല കേട്ടോ, കുറേ വർഷങ്ങളുടെ കഷ്ടപ്പാടാണ്. ഇതൊരു മാസത്തെ റവന്യൂ അല്ല കേട്ടോ, ഈ മാസമാണ് കിട്ടിയത് കുറച്ച്. ഇത് വെള്ളത്തിലിട്ട് മൂട്ടി വെക്കട്ടെ. ഈ മുട്ട പുഴുങ്ങി ഞാൻ തിന്നൂല കേട്ടോ, നാളത്തേക്ക് കേടാവുമെന്ന് അറിയില്ല, കേടായാലേ തിന്നാം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. വേഗം കാണാം. വിസിറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രം ന്യൂസ്. ഇപ്പോൾ തിന്നു തിന്നുകൊണ്ടേയിരിക്കും. ബൈ. ആക്ഷൻ വല്ലാണ്ട് അങ്ങായിപ്പോയോ? ഇല്ലല്ലേ. ബൈ.